സാധാരണ ഈ സാഹിത്യോത്സവത്തെ എല്ലാവരും ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇരുന്നുകൊണ്ട് പ്രസംഗിക്കാനുള്ള ഒരു പരിചയക്കുറവുള്ളതുകൊണ്ട് ഞാൻ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി ഈ സാഹിത്യോത്സവത്തിലേക്ക് എൻ്റെ ചിന്തകൾ അവതരിപ്പിക്കാനുള്ള അവസരം നൽകിയ മാതൃഭൂമിക്കും എൻ്റെ പ്രിയ സുഹൃത്ത് PK രാജശേഖരനും നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഇന്ന് ലോകം ഒരു വൻപിച്ച മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. പലതരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെക്നോളജിയുടെ വളർച്ചയും സ്വാധീനവും ലോക രാഷ്ട്രീയ രംഗത്തും രാജ്യങ്ങളുടെ ഭരണക്രമങ്ങളിലും ഉണ്ടാകുന്ന അതിവിപുലമായ മാറ്റത്തെപ്പറ്റിയാണ് ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ലോകമെമ്പാടും ഒരു മാറ്റത്തിന് വിധേയമാകുന്നു എന്നതാണ് വസ്തുത. വലതുപക്ഷ ശക്തികൾ പിടിമുറുക്കുന്ന ഒരു ലോകമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. നമുക്കറിയാവുന്നതുപോലെ ആധുനിക അമേരിക്കയുടെ ഭരണയന്ത്രം നിയന്ത്രിക്കാൻ ട്രംപ് വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ തീവ്ര വലതുപക്ഷക്കാരനായ ജാവിയർ മിലേയ് അർജന്റീനയിലെ രാഷ്ട്ര തലവനായി മാറിയിരിക്കുന്നു. മുസോളിനിയുടെ ഭരണത്തിന് ശേഷം 8 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് നിയോ ഫാസിസ്റ്റ് സർക്കാർ ജോർജ് മെലനിൻ്റെ നേതൃത്വത്തിൽ ഇറ്റലിയിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ റഷ്യയിൽ വ്ളാഡിമിർ പുടിൻ അധികാരം നിയന്ത്രിക്കുന്നു. ഇസ്രായേൽ നെതന്യാഹുവും ഇന്ത്യയിൽ മോഡിയും തങ്ങളുടെ ഭരണാധികാരം ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ലോക സാഹചര്യമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഫ്രഞ്ച് തെരഞ്ഞെടുപ്പിൽ മെറിൻ ലി പെന്നിന് തീവ്ര വലതുപക്ഷ പാർട്ടി 2ാം സ്ഥാനത്ത് എത്തുകയുണ്ടായി. ജർമ്മനിയാണെങ്കിൽ ഓപ്പൺ ഡോർ പോളിസി സ്വീകരിച്ചതിനെതിരായി അതിശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തി രൂപപ്പെട്ട നിയോ ഫാസിസ്റ്റ് പാർട്ടിയായ AFD അവിടെ സീറ്റ് നിലയിൽ 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകരെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ്. സ്പെയിനിലെ തീവ്ര വലതുപക്ഷ കക്ഷിയായ വോക്സ് 3ാം സ്ഥാനത്താണ് എത്തിയത്. താരതമ്യേന മികച്ച ജനാധിപത്യ സംവിധാനങ്ങളുള്ള ഹോളണ്ടിൽ കാണാൻ കഴിയുന്നത് തീവ്ര വലതുപക്ഷ പാർട്ടി ആയ ഗീർട്ട് വിൽഡേഴ്സിൻ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി എന്നുള്ളതാണ്. എന്തിനേറെ സമാധാനത്തിനും മനുഷ്യബോധത്തിനും മുന്നിൽ നിൽക്കുന്ന നമ്മളുടെ ഉത്തമ ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാണിക്കാനും കഴിയുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഫിൻലൻഡിലാണെങ്കിലും സ്വീഡനിലാണെങ്കിലും വലതുപക്ഷ തീവ്രവാദികൾ അധികാരം കൈയാളുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലതുപക്ഷ വ്യതിയാനത്തെ ഗൗരവത്തോടെ കാണുവാൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളും ലോകത്തിലെ പുരോഗമന സ്വഭാവം ഉയർത്തിപ്പിടിക്കുന്ന ജനങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ? ആ കാരണങ്ങളിലേക്ക് വിലയിരുത്തിക്കൊണ്ട് വേണം ഇന്നത്തെ ലോക സാഹചര്യങ്ങളെ നമുക്ക് കാണുവാൻ. ഫുക്കുയാമയുടെ എൻഡ് ഓഫ് ദ ഹിസ്റ്ററി എന്ന 1989 ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നത് ലിബറൽ ഡെമോക്രസി മനുഷ്യൻ്റെ പരിണാമത്തിൻ്റെ അവസാനത്തെ ഘട്ടമാണെന്നും ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായ സമത്വവും അംഗീകാരത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ ആത്മദാഹവും പ്രകടിപ്പിക്കുന്ന ലിബറൽ ഡെമോക്രസി ലോകത്തിൻ്റെ നെറുകയിലെത്തുമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, ലിബറൽ ഡെമോക്രസിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഭരണക്രമങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇന്ന് ഈ വലതുപക്ഷ ശക്തികൾ ഓരോ രാജ്യങ്ങളിലും ശക്തി പ്രാപിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഫുക്കുയാമ പറഞ്ഞത് ഈ സ്ഥിതി എന്നും നിലനിൽക്കുമെന്നല്ല, ലിബറൽ ഡെമോക്രാറ്റിക് പ്രാക്ടീസ് ലോകത്തെന്നും നിലനിൽക്കുമെന്നല്ല അദ്ദേഹം പറഞ്ഞത്. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവചനം
ഈ അവസ്ഥ മാറി അടുത്ത ഒരു പുതിയ ഭരണക്രമത്തിലേക്ക് ലോകം നീങ്ങുന്ന വിത്തിടും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സമത്വത്തെ എതിർക്കുന്ന, അതോടൊപ്പം തന്നെ മറ്റ് അടിസ്ഥാനപരമായ മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു സാഹചര്യത്തെ എതിർക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഫുക്കുയാമ പറഞ്ഞത് എത്രമാത്രം ശരിയാണ്. നമുക്കറിയാം, കോൾഡ് വാറിന് ശേഷം ലോകത്ത് നടക്കുന്ന സംഭവവികാസങ്ങൾ പരിശോധിച്ചാൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യപ്പെടും. ഒരു കാലത്ത് വിപ്ലവത്തിലൂടെ അധികാരം സ്ഥാപിക്കാനും പുരോഗമന ആശയങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാനും ലോകം കാത്തിരുന്നെങ്കിൽ ഇന്ന് ആ അവസ്ഥ മാറി വലതുപക്ഷ ശക്തികൾ കരുത്താർജിക്കുന്ന അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ലോകം പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്. സമത്വത്തിനെതിരെ, തുല്യതയ്ക്കെതിരെ ശബ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകം മാറുന്നത് എത്രമാത്രം അപകടകരമാണ് എന്നുള്ളത് നമ്മൾ കാണണം. മൾട്ടി കൾച്ചറലിസത്തിനെതിരെയുള്ള ഒരു നീക്കമാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. 1990കളിൽ ആരംഭിച്ച ഈ നീക്കം കൂടുതൽ ശക്തിപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ ലോകം നമ്മളാരും ആഗ്രഹിക്കാത്ത നിലയിൽ പോകുന്നു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഇവിടെ ലിബറൽ ഡെമോക്രാറ്റിക് പ്രാക്ടീസസിനെ ദുർബലപ്പെടുത്തിക്കൊണ്ട് തുല്യതയ്ക്കും മനുഷ്യാവകാശങ്ങൾക്കും മനുഷ്യൻ്റെ പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള ജനാധിപത്യപരമായ നീക്കങ്ങൾക്കെതിരെ വലതുപക്ഷ തീവ്രവാദ ശക്തികൾ ശക്തിപ്പെടുന്നത് ലോകത്തിന് തന്നെ ഗുണകരമാണോ എന്നുള്ള ചിന്ത ഇന്ന് ഉയർന്നു വരുന്നതും സുബോധർക്കമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, അഭയാർത്ഥി പ്രവാഹത്തിനെതിരായി യൂറോപ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ വലതുപക്ഷത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അഭയാർത്ഥികൾക്ക് തുല്യ അവകാശങ്ങൾ നൽകുന്നതിനെതിരെ എതിർക്കുന്ന ഒരു നടപടി ഉയർന്നു വരുന്നതിനെ നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. വലതുപക്ഷത്തിൻ്റേത് അഭയാർത്ഥി പ്രവാഹം പ്രശ്നമല്ലാത്ത ഇടങ്ങളിൽ മറ്റു വംശീയതകൾക്കെതിരായി, മതങ്ങൾക്കെതിരായി ഭൂരിപക്ഷ മതവക്താക്കളായി വലതുപക്ഷം കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ അനാവശ്യമായ കുടിയേറ്റക്കാർക്ക് തുല്യ അവകാശങ്ങൾ നൽകുന്നതിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തി വലതുപക്ഷ കക്ഷികൾ മുന്നോട്ട് വരുമ്പോൾ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ മതവും ജാതിയും അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വംശീയമായ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വസ്തുതകൾക്ക് പ്രാമുഖ്യം കൊടുക്കാൻ ഇത്തരം ശക്തികൾ മുന്നോട്ട് വരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമ്മളിവിടെ ഉയർത്തിപ്പിടിക്കുന്ന ജാതിയുടെയും മതത്തിൻ്റെയും കാര്യങ്ങൾ മാത്രമായി ചുരുങ്ങിപ്പോകുന്നു. ലിബറൽ ഡെമോക്രാറ്റിക് പ്രാക്ടീസസിനെ പോലും തകർക്കുന്നു. ഇന്ത്യയുടെ ചരിത്രം ആരംഭിക്കുന്ന 2014 മുതലാണ് എന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ കാര്യങ്ങൾ എത്തുന്നു. ചരിത്രത്തെ വളച്ചൊടിക്കുന്നു, ചരിത്ര സത്യങ്ങളെ തമസ്കരിക്കുന്നു. അങ്ങനെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അഭികാമ്യമായ ലിബറൽ ഡെമോക്രാറ്റിക് പ്രാക്ടീസസിനെ തകർത്തുകൊണ്ട് തീവ്ര വലതുപക്ഷ കക്ഷികൾ ശക്തി ആർജിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇത് ഏറ്റവും രസകരമായി നമുക്ക് കാണാൻ കഴിയുന്നത്, ഒരു ചരിത്ര വിദ്യാർത്ഥി, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടത് വളരെ സൂക്ഷ്മമായിട്ട് വേണം. നമുക്കറിയാം, ഇന്ന് വലതുപക്ഷ അതോറിറ്റേറിയൻ പ്രസ്ഥാനങ്ങൾ ഏകാധിപത്യത്തിൻ്റെയോ അട്ടിമറികളിലൂടെ അല്ല അവർ ഈ സ്ഥാനം നേടുന്നത്. അവർ നേടുന്നത് ജനാധിപത്യപരമായ മാർഗങ്ങളിലൂടെയാണ്. പണ്ടൊക്കെ ചരിത്രം പരിശോധിച്ചാൽ വലതുപക്ഷ തീവ്ര ശക്തികൾ അധികാരം നേടുന്നതും ജനങ്ങളെ അടക്കി ഭരിക്കുന്നതും അട്ടിമറിയിലൂടെയോ ഏകാധിപത്യത്തിലൂടെയോ ആയിരുന്നു. എന്നാൽ ഇന്ന് അതിൻ്റെ ജനാധിപത്യത്തിൻ്റെ വഴികളിലൂടെ തന്നെയാണ് ഈ വലതുപക്ഷ തീവ്രവാദികൾ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1930കളിൽ ലോകം എത്തിയതുപോലെയുള്ള സമാനമായ ഒരു ദശാസന്ധിയിലേക്കാണോ
നമ്മുടെ ലോകം പോകുന്നത് എന്ന് നമുക്ക് ആലോചിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ്. ഇവിടെ എന്താ നടക്കുന്നത്? മെജോറിറ്റനിസം, ഭൂരിപക്ഷത്തിൻ്റെ ആധിപത്യം, അതുണ്ടാക്കുന്ന വിപത്തുകളാണ് ഇന്ന് നമ്മൾ ലോകത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളെ അട്ടിമറിക്കപ്പെടുന്നു. ജനാധിപത്യം രൂപപ്പെട്ട മഹത്തായ മൂല്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഇവർ ജനാധിപത്യ മൂല്യങ്ങളായ സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, സെൻസറിംഗ് ഇല്ലാത്ത മാധ്യമങ്ങൾ, മതേതരത്വം തുടങ്ങിയവ ഇവരുടെ യഥാർത്ഥ ഇരകളായി മാറുകയാണ്. അപ്പോൾ മെജോറിറ്റേറിയനിസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അട്ടിമറിയിലൂടെയോ സ്വേച്ഛാധിപത്യ ഭരണത്തിലൂടെയോ അല്ലാതെ ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരം പിടിച്ചെടുക്കാനുള്ള വലതുപക്ഷ തീവ്രവാദ ശക്തികളുടെ നീക്കങ്ങളാണ് ഇന്ത്യയിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റുക, കോടതികളെ തങ്ങൾ പറയുന്നതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഏജൻസികളാക്കി മാറ്റുക, മാത്രമല്ല സെൻസറിംഗ് ഇല്ലാത്ത മാധ്യമങ്ങൾ, അതോടൊപ്പം തന്നെ മതേതരത്വം, ഇതെല്ലാം ഇവരുടെ ഇരകളായി മാറുകയാണ്. ഇതിനെയെല്ലാം തകർക്കാനുള്ള ബോധപൂർവമായ നീക്കം നടത്തുന്നു. 2017 38 രാജ്യങ്ങളിൽ നടന്ന PEW സർവേ പ്രകാരം 78% ജനങ്ങളും ആഗ്രഹിക്കുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണത്തെയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏകാധിപതികൾ പോലും ഇന്ന് ജനാധിപത്യത്തിൻ്റെ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തീവ്ര വലതുപക്ഷ സമീപനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഏറ്റവും അപകടകരമായ മറ്റൊരു കാര്യം സോഷ്യൽ മീഡിയയിലൂടെയും നമ്മുടെ ടെക്നോളജിയുടെയും വളർച്ചയെ എങ്ങനെ ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ നിരാകരിച്ചാലും സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തോടുകൂടി ഇന്ന് വിഭാഗീയമായി നിൽക്കുന്ന ഭൂരിപക്ഷത്തെ സത്യാനന്തരകാല ഗിമ്മിക്കുകൾ കൊണ്ട് വശത്താക്കി ആണ് ഇവരുടെ യാത്ര. ഒരു നുണ 100 വട്ടം ആവർത്തിച്ച് പറഞ്ഞത് സത്യമാക്കാൻ ശ്രമിക്കുന്ന ഗീബൽസ്യൻ സിദ്ധാന്തങ്ങളെ പറ്റിയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഗീബൽസ്യൻ സിദ്ധാന്തത്തിനപ്പുറം ജനങ്ങളെ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ജനങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരേ നുണ ദശലക്ഷം തവണ ആവർത്തിച്ച് അതിനെ സത്യമാക്കി മാറ്റുന്ന തന്ത്രം, തെറ്റായ വാർത്തകൾ സത്യമെന്ന് തോന്നിപ്പിക്കുന്ന കഥകളും യഥാർത്ഥ സത്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഗോസിപ്പുകളുമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആയുധം. വംശീയ കലാപങ്ങൾ നടത്തി ജനങ്ങളെ കൊന്നൊടുക്കുന്ന ആളുകളെ പോലും ഹീറോസായി ചിത്രീകരിച്ചുകൊണ്ട് അവരെ അധികാരത്തിലേക്ക് കയറ്റുന്ന ഒരു പുതിയ തന്ത്രം ഈ മാറുന്ന ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു. വംശീയത, മതം, ദേശീയത തുടങ്ങിയിട്ടുള്ള വികാരപരമായ കാര്യങ്ങളാണ് ഇവർ ഉയർത്തിപ്പിടിക്കുന്നത്. വംശത്തിൻ്റെ കാര്യം അവർ പറയും, ഇവർ മതത്തിൻ്റെ കാര്യം പറയും, ഇവർ ദേശീയതയുടെ കാര്യം പറയും. ഇത് പറയുന്നത് ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ് വസ്തുത. ഇതിനെ നമുക്ക് ഇമോഷണൽ പൊളിറ്റിക്സ് അഥവാ വൈകാരിക രാഷ്ട്രീയം എന്ന് പറയാൻ കഴിയും. ഇന്ന് നമ്മളെ നിയന്ത്രിക്കുന്നത് ഇമോഷണൽ പൊളിറ്റിക്സാണ്. താൽക്കാലികമാണെങ്കിൽ പോലും അതിനെ തെരഞ്ഞെടുപ്പുകളിലും അധികാരത്തിലേക്ക് കയറാനുമുള്ള ഒരു കുറുക്കു വഴിയായി ഇതിനെ സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഇമോഷണൽ പൊളിറ്റിക്സാണ് ഐക്കോണുകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അന്തർദേശീയ തലത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും നമ്മൾ കാണുന്ന ഐക്കോണുകളെ സൃഷ്ടിക്കുന്നത് ഇത്തരം ഇമോഷണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതിനെ വിശ്വസിക്കുന്ന വിശ്വാസിക്കൂട്ടങ്ങളെ ഉണ്ടാക്കുന്നു. ഈ തെറ്റാണെങ്കിൽ പോലും അത് ശരിയാണെന്ന് ബോധ്യപ്പെടുത്തി അത് വിശ്വസിക്കുന്ന വിശ്വാസിക്കൂട്ടങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പുതിയ തന്ത്രങ്ങളാണ് മാറുന്ന ലോകത്ത് രാഷ്ട്രീയ രംഗത്തും ജനാധിപത്യ സംവിധാനത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഫിയർ മോങ്കറിങ് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്.
ആധുനിക കാലഘട്ടത്തിൽ ഈ ഫിയർ മോങ്കറിങ് നടത്തി ആളുകളെ തങ്ങളുടെ പക്ഷത്താക്കുക, ഒരു കൂട്ടർ തങ്ങളെ നമുക്കെതിരാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അവരിൽ ഭയമുണ്ടാക്കിക്കൊണ്ട് അവരെ തങ്ങൾ വിശ്വസിക്കുന്ന വഴികളിലൂടെ നടത്താനുള്ള ബോധപൂർവമായ നീക്കം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശസ്തനായ എഴുത്തുകാരൻ അജയ് ഗുണ്ടാവർത്തി പൊളിറ്റിക്സ്, എത്തിക്സ് ആൻഡ് ഇമോഷൻസ് ഇൻ ന്യൂ ഇന്ത്യ എന്ന പുസ്തകത്തിൽ വിശേഷിപ്പിക്കുന്നത് ഇമോട്ടീവ് പൊളിറ്റിക്സ് ഓഫ് എ തോട്ട്ലെസ് ബിലീഫ്. നമ്മുടെ ജനങ്ങളെ എങ്ങനെ ഇത് സ്വാധീനിക്കുന്നു, ഇമോഷണൽ പൊളിറ്റിക്സ് എങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കുന്നു, അതെന്താണ് വരുത്തി വെക്കുന്ന വിനകൾ എന്താണെന്നാണ് ഈ പുസ്തകത്തിൽ ശരിയായി പറഞ്ഞു വെക്കുന്നത്. ശതകോടീശ്വരനായ എലോൺ മസ്ക് തൻ്റെ ഉടമസ്ഥയിലുള്ള ട്വിറ്റർ അഥവാ ഇപ്പോഴത്തെ എക്സ് ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നടത്തിയ നിർണായകമായ നീക്കങ്ങൾ ലോകം അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. ഡൊണാൾഡ് ട്രംപിൻ്റെ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കാനും അധികാരത്തിലേക്ക് അദ്ദേഹത്തെ കയറ്റാനും ഇലോൺ മസ്ക് നടത്തിയ പരിശ്രമങ്ങൾ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ്. ടെക്നോളജിയുടെ വളർച്ച ഇന്ന് ലോകത്തെല്ലായിടത്തും ഉപയോഗിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ്. രാഷ്ട്രീയത്തിലും ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ടെക്നോളജി. വെപ്പണൈസേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന്. ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു ഓയിലായിരുന്നു. ഇന്നത് മാറി ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഡേറ്റയായി മാറുന്നു. ആ ഡേറ്റ, ഏറ്റവും വലിയ ഡേറ്റ കയ്യിലുള്ളവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ. ഡേറ്റ അനാലിസിസ് നടത്തി ഭരണകൂടങ്ങൾ അധികാരത്തിൽ വരാനും ജനങ്ങളെ നിയന്ത്രിക്കാനും കഴിയുമെന്ന് ആധുനിക കാലഘട്ടത്തിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. അപ്പോൾ ഇനിയും വരുന്ന കാലഘട്ടങ്ങളിൽ ഡേറ്റയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. ഇന്ന് ആണവശക്തിയേക്കാൾ വലിയ കരുത്തുള്ള ആയുധം ഡേറ്റയാണ് എന്നാണ് ഇന്ന് വിലയിരുത്തപ്പെടുന്നത്. ഓരോ മനുഷ്യൻ്റെയും മാനസികാവസ്ഥകൾ പരിശോധിച്ചുകൊണ്ട് അത് മനസ്സിലാക്കി പഠിച്ച് ഭൂരിപക്ഷത്തെയും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ ലോകരാജ്യങ്ങളിലെ ജനാധിപത്യ സംവിധാനങ്ങളിൽ ഇന്ത്യയിലും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാതെ പോയിട്ട് കാര്യമില്ല. ഇത്തരം പുതിയ പദ്ധതികൾ ജനാധിപത്യത്തെയും ഭരണക്രമത്തെയും നിയന്ത്രിക്കുന്നു മാത്രമല്ല, പുതുക്കി എഴുതുന്നു, റിട്ടൺ ഇത് മാറുന്നു എന്നുള്ളതാണ് സത്യം. അപ്പം ഓരോ മനുഷ്യനെയും സ്വാധീനിക്കുന്ന ഉപരിപ്ലവമായ ശൈലി അവരുടെ ദൈനംദിന ഡേറ്റകളിൽ നിന്ന്, അവരുടെ സംഭാഷണങ്ങളിൽ നിന്ന്, അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചുള്ള അജണ്ട ഫിക്സ് ചെയ്യാൻ ഇന്ന് വളരെ എളുപ്പമാണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ ജനങ്ങളുടെ മൊത്തത്തിലുള്ള വികാരങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും അവരുടെ ചിന്തകളും മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള അജണ്ട സെറ്റ് ചെയ്യുന്നവർക്കായിരിക്കും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വിജയമുണ്ടാക്കാൻ സാധിക്കുന്നത് എന്നാണ്. ഇപ്പം നമ്മൾ ദീർഘമായ ആളുകളോട് ഫോണിൽ സംസാരിക്കുന്നു. നമ്മൾ ഈ ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ അതേസമയം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ആയി പ്രത്യക്ഷപ്പെടുന്നതായി ഈ അടുത്ത കാലത്ത് വാർത്തകൾ വരികയുണ്ടായി. വാസ്തവത്തിൽ നമ്മുടെ കയ്യിലുള്ള ഈ ഫോൺ നമ്മളുടെ ഭാര്യയോടോ കുട്ടികളോടോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മളെപ്പറ്റി ഈ ഫോണിനറിയാം. ഈ ഫോൺ നമ്മൾ ഓഫ് ചെയ്താൽ പോലും നമ്മളെ നിയന്ത്രിക്കും. നമ്മൾ എവിടെ പോകുന്നു, നമ്മളെന്ത് സംസാരിക്കുന്നു, നമ്മളെന്ത് പറയുന്നു, നമ്മുടെ ബിഹേവിയർ എന്താണ്, ഇതെല്ലാം ശരിയായ നിലയിൽ അനലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥ ഇന്ന് നിലവിലുണ്ട്. ഇന്ന് നിങ്ങളുടെ സംഭാഷണത്തിൽ നിന്ന് ഡേറ്റ മെറ്റ ഉപയോഗിച്ച് തന്നെയാണ്. അതിൻ്റെ അർത്ഥം ഓരോ വ്യക്തിയുടെയും സ്വകാര്യതകളിൽ പോലും കടന്നു കയറി അവരുടെ സ്വഭാവത്തെയും പ്രവർത്തനങ്ങളെയും വിലയിരുത്താൻ കഴിയത്തക്ക നിലയിൽ ടെക്നോളജിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നത് രാഷ്ട്രീയത്തിലും ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരം ഡേറ്റകളുടെ പൂർണ്ണ ശേഖരം വൻ ടെക്നോളജി കമ്പനികൾക്ക് ലഭിച്ചാൽ അത് ഓരോ മനുഷ്യൻ്റെയും ഡേറ്റകളുടെ സമാഹാരമായി പുനർനിർമ്മിക്കാനും അവരുടെ വൈകാരികതകൾക്കനുസരിച്ച് അജണ്ട തീരുമാനിക്കാനും അതനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാനും കഴിയുന്ന
ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താൻ പോകുന്നു എന്നുള്ളതാണ് പുതിയ ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. ഇപ്പം കൃത്രിമ ബുദ്ധിയെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും നമ്മുടെ ദൈനംദിന ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ്. ലോകത്തെ തന്നെ മാറ്റിമറിക്കുകയാണ്. അടുത്ത കാലത്ത് കമ്മ്യൂണിക്കേഷൻസിൻ്റെ വൻപിച്ച വിപ്ലവമാണ് ലോകത്തെ മാറ്റിമറിച്ചതെങ്കിൽ ഇന്ന് കുറേ കൂടി അഡ്വാൻസ്ഡായി മെഷീൻ ലേണിങ്ങും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ മനുഷ്യരുടെ തലച്ചോറിലേക്ക് ആ പാക്കേജുകളായി കൃത്യമായി എത്തിച്ചു കൊടുത്താൽ ചിന്തിച്ചും അനുഭവപാഠത്തിൻ്റെ അടിസ്ഥാനത്തിലും പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ എണ്ണം കുറയുകയാണ്. അതിന് പകരം അവിടെ പ്രവർത്തിക്കുന്നത് നിർമ്മിതി ബുദ്ധിയായി മാറുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ നമ്മുടെ തലച്ചോറിലേക്ക് നൽകുന്ന അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ. അതിന് വിപരീതമായി ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയാത്ത നിലയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ബോധമണ്ഡലത്തെ സ്വാധീനിക്കുന്ന നിലയിലേക്ക് വരുന്ന ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കും. ഉദാഹരണം, ഒരു കലാപം ഉണ്ടാകുന്നു. ഒരു കലാപത്തിൽ ധാരാളം ആളുകൾ മരിക്കുന്നു. കൊല്ലുന്ന ആളുകൾക്കെതിരായിട്ടാണല്ലോ സ്വാഭാവികമായി ജനങ്ങളുടെ വികാരം. എന്നാൽ ആരാണോ കലാപം അഴിച്ചുവിടുന്നത് ആ വ്യക്തിക്ക് അനുകൂലമായ സാഹചര്യം മനഃപൂർവ്വം ഉണ്ടാക്കുക. ഈ വംശീയ കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിക്ക് ഇത് ചെയ്യാൻ എങ്ങനെ നിർബന്ധിതമായത് എങ്ങനെ എന്നുള്ള പ്രചരണം കൊടുത്തുകൊണ്ട് കൊല്ലാൻ മുന്നോട്ട് വന്ന ഹത്യയ്ക്ക് തയ്യാറായ ആളിന് അനുകൂലമായ വികാരം സൃഷ്ടിക്കാൻ പോലും AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കഴിയുന്ന തരത്തിലേക്ക് കാലം എത്തുന്നത് വിദൂരമല്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇതെല്ലാം ഒരു സൂചനകളാണ്. ലോകത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സ്വന്തമായി പണം മുടക്കി ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഭരണകൂടങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും, ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും, ജനങ്ങളുടെ രീതികളെ നിയന്ത്രിക്കാൻ കഴിയും. ആ നിലയിൽ വന്നാൽ നമ്മുടെ ജനാധിപത്യ സംവിധാനമോ ഭരണകൂടങ്ങളോ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടത്. ഞാൻ അല്പം മുമ്പ് വെപ്പണൈസേഷൻ ഓഫ് ഡേറ്റയെ പറ്റി പറഞ്ഞു. ഡേറ്റ ഏറ്റവും സുപ്രധാനമായതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞ ആരോഗ്യ ഡേറ്റയാണ്. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ സ്പ്ലിങ്കർ എന്ന് പറയുന്ന ഒരു കമ്പനിക്കെതിരായി നടത്തിയ ഒരു പോരാട്ടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഞാനത് ഗവൺമെൻറ്റിനെതിരായി പറഞ്ഞ കാര്യം മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ രഹസ്യങ്ങൾ പുട്ടുസ്വാമി സുപ്രീം കോടതിയിലെ പുട്ടുസ്വാമി കേസിനകത്ത് ഏറ്റവും പ്രധാനമായി പറയുന്നത് നമ്മുടെ ആരോഗ്യ രഹസ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റയാണത്. വേറെ നമ്മുടെ കൺസെൻ്റ് ഇല്ലാതെ അത് ഷെയർ ചെയ്യരുത് എന്നുള്ളതാണ്. എൻ്റെ ആരോഗ്യ ഡേറ്റ ഞാൻ മാത്രമേ അറിയാൻ പാടുള്ളൂ. എൻ്റെ കൺസെൻ്റ് ഉള്ളതുകൊണ്ട് വേണേൽ ഞങ്ങൾക്ക് PK രാജശേഖരനോട് വേണമെങ്കിൽ എനിക്ക് കൈമാറാം. ഞാനറിയാതെ എൻ്റെ ആരോഗ്യ രഹസ്യങ്ങൾ സ്പ്ലിങ്കർ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് കൊടുത്താൽ അവർക്കുള്ള ഗുണമെന്താണ്? അവർ ഈ ഡേറ്റകൾ മുഴുവൻ എന്നെപ്പോലുള്ള ആളുകളുടെ മുഴുവൻ ഡേറ്റകൾ സമാഹരിച്ച് അനലൈസ് ചെയ്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഭീമന്മാർക്ക് കൈമാറിയാൽ കേരളത്തിൽ ഏറ്റവും ആവശ്യമായ ഡ്രഗ്സ് എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റും. ആ ഡ്രഗ്സ് നിർമ്മിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ അത് വിറ്റ് വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ അവർ കഴിയുന്നു. ഇതൊരു ഉദാഹരണം മാത്രമാണ്. കോവിഡ് കാലത്തെ ആരോഗ്യ ഡേറ്റകൾ കൊടുത്തതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെയാണ് ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും. ഇന്ത്യയിൽ മാത്രം ഏതാണ്ട് 97 കോടി രജിസ്ട്രേഡ് വോട്ടർമാരുണ്ട്. ഇത്രയും പേരുടെ ഡേറ്റ കളക്ട് ചെയ്ത് അവരുടെ ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ചുള്ള അജണ്ട തയ്യാറാക്കൽ എന്നത് മനുഷ്യ സാധ്യമല്ല. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇവിടെയാണ് നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുന്നത്. ഡേറ്റ ശേഖരം കൊണ്ട് ഓരോ മനുഷ്യനെയും ഡിജിറ്റലായി പുനർനിർമ്മിക്കലും ഓരോരുത്തർക്കും അജണ്ടയ്ക്കനുസരിച്ചുള്ള സന്ദേശങ്ങൾ നിർമ്മിക്കലും നിർമ്മിതി ബുദ്ധിയുടെ പണിയായിരിക്കും. അവരത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതനുസരിച്ച് അവർ അനലൈസ് ചെയ്യപ്പെടും. ഉദാഹരണമായി ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തോട് അവർക്ക് ആവശ്യമായ സന്ദേശങ്ങൾ ഇതുവഴി അവർക്ക് നൽകാൻ കഴിയും.
മാനിപ്പുലേറ്റഡ് ആൻഡ് ഡിസ്റ്റോർട്ടഡ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ആവശ്യമുള്ളവർക്ക് മാത്രമായി പകർന്നു കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇത് ഓരോരുത്തർക്കും വേണ്ടത് അവരുടെ അരികിൽ മാത്രം എത്താൻ കഴിയത്തക്ക നിലയിൽ നിർമ്മിത ബുദ്ധി ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയാൽ യഥാർത്ഥ വസ്തുതകൾ അവരുടെ മുമ്പിൽ എത്താതിരിക്കും. അതാണ് അപകടം. യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ എത്താതെ നമുക്ക് ആവശ്യമായി ചെയ്യുന്ന ആളുകളുടെ ആവശ്യാനുസരണമുള്ള വസ്തുതകൾ മാത്രം മനുഷ്യരിൽ എത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജനതയുടെ വോട്ടിംഗ് പാറ്റേണുകൾ, അവരുടെ ചിന്താരീതികൾ ഒക്കെ നിർമ്മിതി ബുദ്ധി വഴി തങ്ങൾക്കനുസൃതമായി രൂപപ്പെടുത്താനും ജനാധിപത്യത്തെയും ജനാധിപത്യ മൂല്യങ്ങളെയും അട്ടിമറിക്കാനും കഴിയുന്നു എന്നുള്ള ഭയപ്പാടോടുകൂടിയാണ് പുതിയ രീതികളെ നമ്മൾ സമീപിക്കുന്നത്. പാവപ്പെട്ടവനും പണക്കാരനുമെന്നുള്ള അന്തരം നിർമ്മിത ബുദ്ധി വലുതാക്കുകയാണ്. മനുഷ്യജോലികൾ നിർമ്മിതി ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏറ്റെടുത്താൽ പിന്നെ മനുഷ്യനെവിടെ പോകും? അവൻ്റെ ജോലി മുഴുവൻ നഷ്ടപ്പെടാൻ പോകുന്നു. അവനെന്ത് ചെയ്യും? അതോടൊപ്പം തന്നെ ഈ നിർമ്മിതി ബുദ്ധി എന്ത് ചെയ്യുന്നു? പുതിയ ഐക്കണുകളെ സൃഷ്ടിക്കുകയാണ്. നമ്മൾ മഹാത്മാഗാന്ധിയെ, മാർട്ടിൻ ലൂതർ കിങ്ങിനെ ഐക്കണുകളായി നമ്മളെ വിലയിരുത്തുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. നാളെ ഈ ഐക്കണുകൾക്ക് പകരം ഇവർ ചെയ്യാൻ പോകുന്നത് സ്റ്റീവ് ജോബ്സും ഇലോൺ മസ്കുമൊക്കെ പുതിയ അവതാരങ്ങളായി ഇവർ ഉയർത്തിക്കാട്ടുന്ന കാലം വിദൂരമല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് ടെക്നോളജി നമുക്ക് ഒരേ സമയം എനേബിളറും ഡിസ്ട്രോയറുമാകാം. അത് ഫ്ലെക്സിബിളായി നിർമ്മിക്കുന്ന ഒന്നാണ്. ആരുടെ കയ്യിലാണോ ടെക്നോളജിയുടെ കടിഞ്ഞാൻ അവർക്ക് ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം മാറുന്ന ലോകവും മാറുന്ന രാഷ്ട്രീയവും ഇതിനനുസരിച്ച് രൂപപ്പെടാൻ പോകുന്നു എന്നത് ഗൗരവത്തോടെ മനുഷ്യ സമൂഹം കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ രാജ്യത്ത് ആവശ്യമാണ്. തുല്യതയ്ക്ക് വേണ്ടി, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി, ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി മനുഷ്യ സമൂഹം നടത്തിയ പോരാട്ടങ്ങളുടെ കഥകളാണ് ഓരോ രാജ്യത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. അധികാരത്തിന് വേണ്ടി മാത്രമല്ല, ജീവിക്കാൻ വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ലോകത്തെമ്പാടും പോരാട്ടങ്ങൾ നടന്നിട്ടുള്ളത്. ആ പോരാട്ടങ്ങളെ നിഷ്പ്രഭമാക്കത്തക്ക നിലയിൽ മാറുന്ന ലോകത്ത് നിർമ്മിതി ബുദ്ധിയും മറ്റ് ടെക്നോളജിയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അധികാരം കൈയാളാൻ ശ്രമിക്കുന്ന ഒരുപിടി ആളുകളുടെ കൈകളിലേക്ക്, ശതകോടീശ്വരന്മാരുടെ കൈകളിലേക്ക് ലോകത്തിൻ്റെ ഭരണക്രമത്തെ എത്തിയാൽ ഉണ്ടാകുന്ന അപകടത്തെപ്പറ്റി നമ്മൾ ഗൗരവമായി ആലോചിക്കണം. ഇന്ത്യയിലും ഇത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാതെ കടന്നു പോകരുത്. ഞാൻ ഈയിടെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിച്ച ഒരാളാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 48-ൽ 31 സീറ്റ് കിട്ടി. പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പായപ്പോൾ കിട്ടിയത് കേവലം 40 സീറ്റാണ്. കാരണങ്ങൾ പരിശോധിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എങ്ങനെ അട്ടിമറിക്കാമെന്നുള്ളത് ഏറ്റവും നല്ല നിലയിൽ അവർ തയ്യാറാക്കിയിട്ടുള്ളത്. സാധാരണഗതിയിൽ മഹാരാഷ്ട്രയിൽ ഒരു വർഷം 8 ലക്ഷം വോട്ടർമാരെ പുതുതായി ചേർക്കാറുള്ളൂ. 78 ലക്ഷത്തോളം വോട്ടർമാരെ പുതുതായി ചേർത്തു. ഒരു ഹാളിൽ തന്നെ, ഒരു കെട്ടിടത്തിൽ തന്നെ 7000 വോട്ടർമാർ. തെരഞ്ഞെടുപ്പ് ലാസ്റ്റ് മൊമെൻറ്റിൽ നടക്കുന്ന ആളുകൾ ക്യൂ നിന്ന് 6 മണി വരെ ആണെങ്കിൽ ചിലപ്പോൾ ആളുകൾ ക്യൂ നിൽക്കുകയാണ് 7 മണി വരെ പോകും. ആ സമയത്ത് 75 ലക്ഷം വോട്ടർമാരാണ് ആ 1 മണിക്കൂറിനുള്ളിൽ വോട്ട് ചെയ്തത്. അപ്പം തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ശാസ്ത്രീയമായി അട്ടിമറിക്കാമെന്ന് ഫലപ്രദമായി നടപ്പാക്കിയ ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുമായിരുന്ന ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും ലീഡർ ഓഫ് ഓപ്പോസിഷൻ ചേർന്നായിരുന്നു. ചീഫ് ജസ്റ്റിസിനെ മാറ്റി, അടുത്തിവിടെ സംസാരിക്കാൻ GY ചന്ദ്രചൂഡ്, അദ്ദേഹത്തെ മാറ്റിയിട്ട് ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററെ വെച്ചു. അപ്പോൾ ക്യാബിനറ്റ് മിനിസ്റ്റർ പ്ലസ് പ്രൈം മിനിസ്റ്റർ മെജോറിറ്റിയാണ്. ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഒരു കാര്യവുമില്ല. അപ്പോൾ ഭരണകൂടങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നു, വോട്ടർ പട്ടിക അട്ടിമറിക്കുന്നു. അവിടെയൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫലപ്രദമായി വിനിയോഗിച്ചു. ആ നിലയിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. EVM മെഷീൻ തെളിയിക്കാൻ എന്തെങ്കിലും മാർഗമില്ല. ലോകത്ത് 6 രാജ്യങ്ങളിൽ മാത്രമാണ്
ഇലക്ട്രോണിക് മെഷീൻ ഉള്ളത്. മറ്റെല്ലാ രാജ്യത്തും നമ്മുടെ ബാലറ്റ് പേപ്പറാണ്. മാറ്റങ്ങൾ ഇവിടെ മെഷീനിലൂടെ ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കഴിയുമെന്നുള്ള പ്രചരണം വളരെ സാങ്കേതിക വിദഗ്ധന്മാർ തന്നെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് മാറുന്ന ലോകത്ത് മാറുന്ന ജനാധിപത്യ പോരാട്ടങ്ങൾ അനിവാര്യമാണ്. ഇന്ന് നിർമ്മിതി ബുദ്ധിയുടെയും മെഷീൻ ലേണിങ്ങിൻ്റെയും ഈ കാലഘട്ടത്തിൽ വലതുപക്ഷ തീവ്രവാദ ശക്തികൾ, പണക്കാരായ ആളുകൾ, ശതകോടീശ്വരന്മാർ രാഷ്ട്രത്തെയും രാജ്യത്തെയും നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതിനെതിരായ പ്രതിരോധം തീർക്കാൻ ജനങ്ങൾക്ക് മാത്രമേ കഴിയൂ. ജനമുന്നേറ്റങ്ങൾ കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ സാധ്യമാവുകയുള്ളൂ. ജനങ്ങളെ വംശീയമായി വേർതിരിച്ച്, ജനങ്ങളെ ജാതീയമായി വേർതിരിച്ച് അവരുടെ ഇമോഷൻസിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയത്തിനപ്പുറം ചിന്താശക്തിയുള്ള ഒരു ജനതയുടെ ആത്മരോഷം ഉയർത്തിപ്പിടിക്കാനും അവർക്കെതിരായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും കഴിയുന്ന ഒരവസ്ഥാവിശേഷത്തിലൂടെ മാത്രമേ രാജ്യത്തിനും ജനതയ്ക്കും നിലനിൽപ്പുള്ളൂ, മനുഷ്യാവകാശങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ, ജനാധിപത്യ അവകാശങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. മാത്രമല്ല ജനങ്ങളുടെ സമൂഹത്തിലെ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനതയുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ കഴിയൂ. ഇന്ന് ഗ്ലോബലൈസ്ഡ് വേൾഡാണെന്നാണ് പറയപ്പെടുന്നത്. പണക്കാരൻ കൂടുതൽ പണക്കാരനാകുന്നു, പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനാകുന്നു. The wealth of the nation is not equally divided. Equitable distribution of the wealth is not happening. ഈ നിലയിൽ വരുമ്പോൾ ലോകത്തുണ്ടാകുന്ന ഈ അസംതൃപ്തി കൂടി മുതലെടുക്കാൻ ഇത്തരം ശക്തികൾ ശ്രമിക്കും. അതുകൊണ്ട് മാറുന്ന ലോകത്ത് ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ തീവ്രവാദ വലതുപക്ഷ കക്ഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തിൻ്റെ അട്ടിമറിയും തെരഞ്ഞെടുപ്പുകളിലെ അട്ടിമറിയും ഗൗരവപൂർവ്വം കണ്ടുകൊണ്ട് ജനകീയ പ്രതിരോധം സൃഷ്ടിക്കണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. പരിവർത്തനത്തിൻ്റെ കാലം, പരിവർത്തനത്തിൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് ഇതിലധിഷ്ഠിതമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ഇതിനവസരം തന്ന മാതൃഭൂമിയോട് പ്രത്യേകം ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമസ്കാരം സർ. സാറ് ഇവിടെ പറഞ്ഞു നമ്മുടെ ഇന്ത്യയും ലോകവും ഒക്കെ നേരിടുന്ന ഒരു ഭീഷണിയെക്കുറിച്ച് പറഞ്ഞു, ജനാധിപത്യത്തിന് പറ്റിയിരിക്കുന്ന ഒരു ഭീഷണിയെക്കുറിച്ചും പറഞ്ഞു. പക്ഷേ പലപ്പോഴും ആ ഭീഷണിയൊക്കെ നേരിട്ടപ്പോൾ, ഇപ്പോൾ മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് തന്നെ ഉദാഹരണമായിട്ട് പറഞ്ഞു, ആ ടെക്നോളജിയും മെഷീൻ ലേണിങ്ങും എല്ലാം സമർത്ഥമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഛിദ്രശക്തികൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോഴും വിലപിച്ച് മാറി നിന്നിട്ട് കഥയുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കേണ്ടത്. അതിനെ അതേ രീതിയിൽ അതിജീവിക്കുവാനുള്ള തന്ത്രങ്ങൾ മെനയുകയും ആ ടെക്നോളജിയെ അതിനനുസൃതമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറു ടെക്നോളജികൾ കണ്ടെത്തിക്കൊണ്ട് അവിടെ പരാജയപ്പെടുത്തുകയുമല്ലേ വേണ്ടത്. അല്ലാതെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കഥകൾ ഒരുപാട് നാളായി നമ്മൾ കേൾക്കുന്നതാണ്. ഇതിനെ തിരിച്ച് പ്രതിരോധിക്കാനുള്ള എന്താണ് മാർഗങ്ങൾ? നല്ലൊരു ചോദ്യമാണ്. ഇതിനെ പ്രതിരോധിക്കാൻ ഇതേ ടെക്നോളജി തന്നെ ഉപയോഗിക്കുക എന്നുള്ളത് ഒരു നല്ല മാർഗം തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം ഭരണകൂടം തന്നെ അതിൻ്റെ എല്ലാ വിങ്സും ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രവർത്തനത്തെ നമുക്ക് മാറി നിന്നുകൊണ്ട് എതിർക്കാനുണ്ടാകുന്ന പ്രയാസങ്ങളുണ്ട്. പക്ഷേ അങ്ങ് പറഞ്ഞത് ശരിയാണ്, നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് മാറി നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നേരിടാനും അതോടൊപ്പം തന്നെ ജനങ്ങളെ അണിനിരത്താനും കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിനെ ചെറുക്കാൻ കഴിയുള്ളൂ. ഒരു സംശയവും ആ കാര്യത്തിലില്ല. നമസ്കാരം സാർ. സെക്യുലറിസത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു ഓപ്പോസിഷനാണ് നമുക്കുള്ളത്. പക്ഷേ സെക്യുലറിസം എന്ന് പറയുമ്പോഴും യൂണിഫോം സിവിൽ കോഡിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് എപ്പോഴും എതിർത്ത് നിൽക്കുന്ന ഒരു ഓപ്പോസിഷനുമാണ് നമ്മുടേത്. സോ സെക്യുലറിസവും യൂണിഫോം സിവിൽ കോഡും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? The founding fathers of the Indian Constitution always supported uniform civil code. At the time of the discussion in the parliament, Pandit Jawaharlal Nehru explained it properly. He said that uniform civil code is a welcome step, provided the majority of the people from the ഒരു മെജോറിറ്റി ആളുകൾ ആ സമൂഹത്തിലെ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഇന്ത്യയെ പോലൊരു ഡൈവേഴ്സ് രാജ്യത്ത് ഇത് നടപ്പാക്കാൻ കഴിയുമെന്നുള്ളതാണ് നെഹ്റു പറഞ്ഞത്.
കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഇത് സംബന്ധിച്ച് ധാരാളം ചർച്ചകൾ നടന്ന ഒരു കാര്യമാണ്. ഒരു രാജ്യത്ത് എന്തിനാണ് വിഭിന്നമായ കോഡുകൾ, ഹിന്ദു കോഡ്, മുസ്ലിം കോഡ്, എന്തിനാണ് അങ്ങനെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ഈസ് എ ഡൈവേഴ്സ് കൺട്രി ഹാവിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലാംഗ്വേജസ്, കൾച്ചർ, എക്സെട്ര എക്സെട്ര. അപ്പം ആ മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷം ആളുകളും യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും എന്നാണ്. അതുകൊണ്ടാണ് അതാണ് നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ അത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ആ സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകൾ പറയുകയാണെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. പരിവർത്തനത്തിൻ്റെ കാലം, പരിവർത്തനത്തിൻ്റെ രാഷ്ട്രീയം, അതിനെ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത്, നമ്മളെല്ലാവരും ഈ പാനൽ ഡിസ്കഷൻസ് കാണുമ്പോൾ നമ്മളുടെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ വളർച്ച തന്നെയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളെപ്പോലുള്ള സാധാരണ പൗരന്മാർ പാനൽ ഡിസ്കഷൻസ് കാണുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിനെ വളരെയധികം വിമർശിക്കുന്ന ഒരു നിലപാടാണ് പലപ്പോഴും കണ്ടുവരുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻ, കാൺ വി മൂവ് ടുവേർഡ്സ് എ മോർ കൺസ്ട്രക്റ്റീവ് ആൻഡ് സിംബയോട്ടിക് പൊളിറ്റിക്സ്? നമ്മൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഉദ്ദേശം ഒന്ന് തന്നെയാണെങ്കിൽ നമുക്ക് ക്രിറ്റിക്കലായിട്ട് വിമർശിക്കേണ്ട അവസരങ്ങളുണ്ട്. പക്ഷെ ചിലപ്പോൾ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നയത്തിൽ നിന്ന് പലപ്പോഴും പഠിക്കാനും പറ്റും. ആ ഒരു അപ്രോച്ച് നമ്മൾ ഐക്കോൺസ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന നമ്മുടെ പഴയ രാഷ്ട്രീയ നേതാക്കന്മാരായ അച്യുത മേനോനോ, KR ഗൗരിയമ്മയോ, K കരുണാകരനോ, അവരിലൊക്കെ ഞാൻ കണ്ട ഒരു വലിയ ഒരു മൂല്യമായിരുന്നു പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യാനും പരസ്പരം പഠിക്കാനും എന്നാൽ ക്രിറ്റിക്കലായിട്ട് ആവശ്യമുള്ള സിറ്റുവേഷൻസിൽ വിമർശിക്കാനുമുള്ള ഒരു കഴിവ്. അത് ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? ഇൻ അതർ വേർഡ്സ്, ഒരു ഉയർന്ന രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ ഹൗ ക്യാൻ വി മൂവ് ടുവേർഡ്സ് എ മോർ കൺസ്ട്രക്റ്റീവ് ആൻഡ് സിംബയോട്ടിക് പൊളിറ്റിക്സ്? I definitely welcome your statement. We need a constructive politics. ഉദാഹരണം, വിദേശ സർവകലാശാലകൾ കേരളത്തിൽ വേണമെന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞത്. അന്ന് ആ സർവകലാശാലകൾ കേരളത്തിൽ വന്നിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇതുപോലെ വെളിയിൽ പോയില്ലായിരുന്നു. പക്ഷെ അതിനെ എതിർത്തു. പക്ഷെ ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളതിനെ വെൽക്കം ചെയ്യാണ്. വി ആർ വെൽക്കമിങ് ദാറ്റ്, വി ആർ നോട്ട് ഓപ്പോസിങ് ദാറ്റ്. ഇവിടെ അങ്ങനെയുള്ള നിലപാടുകൾ എടുക്കാൻ പാടില്ല. ഏത് പാർട്ടിയാണെങ്കിലും മാറുന്ന ലോകത്തിനനുസരിച്ച് നമ്മുടെ നയങ്ങളിലും മാറ്റം വരണം. ഇവിടെ കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ജോലി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ട്രാക്ടർ വന്നപ്പോൾ ഇതെല്ലാം ആളുകളുടെ ജോലി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ ഇന്ന് നമുക്കിതെല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ ആ പറഞ്ഞതൊക്കെ ശരിയല്ല എന്ന് ലോകം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ജനങ്ങളുടെ നന്മയാണ് പ്രധാനപ്പെട്ടത് എന്ന് കണ്ടുകൊണ്ട് യോജിക്കാവുന്ന മേഖലകളിൽ യോജിക്കണം. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും പല കാര്യങ്ങളിലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും. പക്ഷെ ജനനന്മയെ കരുതി യോജിക്കാൻ കഴിയാവുന്ന മേഖലകളിൽ യോജിച്ചുകൊണ്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതാണ് നമ്മുടെ നാടിനാവശ്യം. അതാണ് വരും തലമുറകൾക്ക് പ്രയോജനം ചെയ്യപ്പെടുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒന്നാണ് ജനാധിപത്യത്തിൻ്റെ പോരായ്മയായിട്ട് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം ന്യൂനപക്ഷത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ നോവൽ ടെക്നോളജീസിൻ്റെ സഹായത്തോടെയും ശാസ്ത്രീയ വശങ്ങൾ യൂസ് ചെയ്തിട്ടും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഇന്ത്യയുടെ ഭൂരിപക്ഷത്തെ അവരുടെ തന്നെ ആളുകളാക്കി മാറ്റുമ്പോൾ ഓരോ പൗരനും ഇതിനെതിരെ എങ്ങനെ തയ്യാറെടുക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാനാണ് എൻ്റെ പ്രസംഗത്തിൽ ഏറ്റവും പറഞ്ഞത്, നോട്ട് ഓൺലി ഇൻ ഇന്ത്യ, എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന ഒന്ന് ഇതാണ്. മെജോറിറ്റിയുടെ അഭിപ്രായത്തെ അടിച്ചേൽപ്പിക്കുന്ന നയം ശരിയല്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതിനെതിരായിരുന്നു. അദ്ദേഹം ഒരു ട്രൂ ഡെമോക്രാറ്റായിരുന്നു. പാർലമെൻ്ററി ഡെമോക്രസിയുടെ മഹത്വം ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ച ഏറ്റവും വലിയ രാഷ്ട്ര നേതാവായിരുന്നു അദ്ദേഹം. മെജോറിറ്റി ഡെഫിനറ്റ്ലി ദേ വിൽ റൂൾ ദ കൺട്രി. അറ്റ് ദ സെയിം ടൈം ദ മൈനോറിറ്റി ഷുഡ് ബി ടേക്കൺ ഇൻ ടു കോൺഫിഡൻസ്. ഞാൻ ജാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഭൂരിപക്ഷം വരുന്ന ഒരു പാർട്ടി ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വന്നാൽ മൈനോറിറ്റിയായി ഓപ്പോസിഷനിലിരിക്കുന്ന ആളുകളെ കൂടി ക്യാരി ചെയ്യുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. ആ ഒരു നിലപാട് ഇന്ന് ഇന്ത്യയിൽ കാണുന്നില്ല എന്ന് അങ്ങ് ചൂണ്ടിക്കാണിച്ചത് 100% ശരിയാണ്.
ഇപ്പം ഡെമോക്രസി സക്സസ്ഫുൾ ആകണമെങ്കിൽ അതിൽ ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷവും സജീവമായി നിൽക്കണം, പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുക്കണം. ഞാനൊരു ചെറിയ കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയി ഉത്തർപ്രദേശ്. അവിടെ ആജംഗഡ് എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടിയാണ് പോയത്. അവിടെ ചെന്നപ്പോഴാണ് നെഹ്റു മനസ്സിലാക്കിയത് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി രാം മനോഹർ ലോഹിയാണെന്ന്, എതിർ സ്ഥാനാർത്ഥി. അദ്ദേഹം തന്നെ പ്രസംഗത്തിൽ അവസാനം പറഞ്ഞു, ഇവിടെ ജയിക്കേണ്ടത് കോൺഗ്രസ് സ്ഥാനാർത്ഥി അല്ല, രാം മനോഹർ ലോഹിയാണ് ജയിക്കേണ്ടത്. കാരണം കൂടെ പറഞ്ഞു, അദ്ദേഹത്തെ പോലൊരാൾ പാർലമെൻറ്റിൽ ഉണ്ടാകേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ആവശ്യമാണ്. നെഹ്റുവിനോട് കോൺഗ്രസ്സുകാരൊക്കെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയെങ്കിലും അവിടെ രാം മനോഹർ ലോഹി ജയിച്ചു. അതിൻ്റെ സന്ദേശം എത്രമാത്രം വലുതാണ്. സോ ഇൻ എ ഡെമോക്രാറ്റിക് സെറ്റപ്പ്, ruling party as well as the opposition both are important. When the ruling party carries the opposition, there will be a better democratic practice. അതാണ് ഉണ്ടാകേണ്ടത്. അത് നടക്കണം. ഇന്ത്യയിലും കേരളത്തിലും ലോകത്തെവിടെയും അത് നടക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സർ, ഒരു ചോദ്യം കൂടെ. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടക്കുന്ന ബജറ്റുകളിൽ കേരള, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളോടുള്ള വിയോജിപ്പ് അല്ലെങ്കിൽ അവഗണനയുണ്ട് ബഡ്ജറ്റിൽ. പക്ഷേ ബീഹാറും ഡൽഹിയും പോലെയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് ബഡ്ജറ്റിൽ 1-ൽ കൂടുതൽ അല്ലെങ്കിൽ 10-ൽ കൂടുതൽ തവണ പരാമർശനം നടത്തുന്നുണ്ട്. ഇതിനെപ്പറ്റിയുള്ള സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? കേന്ദ്ര ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് വേണ്ടിയുള്ള ബഡ്ജറ്റല്ല. പൊതുവായി ഇന്ത്യയുടെ സാമ്പത്തിക നിലയും സാമ്പത്തിക രംഗത്ത് വരുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചും ഒക്കെയാണ് പ്രതിപാദിക്കപ്പെടേണ്ടത്. പക്ഷേ ഇവിടെ രാഷ്ട്രീയ കാരണങ്ങളാലാണ് ബീഹാറിന് വേണ്ടി മാത്രം പ്രോജക്റ്റുകൾ നൽകുകയും ബീഹാറിന് വേണ്ടി മാത്രം കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തത്. അത് ശരിയല്ല. യൂണിയൻ ഗവൺമെൻറ് എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കാണണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഫെഡറൽ സ്ട്രക്ചർ തന്നെ നന്നാവുകയുള്ളൂ. നമ്മുടെ ഫെഡറലിസം എന്ന് പറയുന്നതിനെ ദുർബലപ്പെടുത്താൻ പാടില്ല. ബഡ്ജറ്റ് അലോക്കേഷൻ എല്ലാവർക്കും തുല്യനിലയിൽ ഒരു പക്ഷേ ചിലപ്പോൾ ജനസംഖ്യയും മറ്റ് പല ഘടകങ്ങൾ കണക്കിലെടുക്കേണ്ടി വരും. ഫൈനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് ഉണ്ടാകും. പക്ഷെ ഒരു ഫെയർ ഡീൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കേണ്ടത് ആവശ്യമാണ്. അത് തിരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് കൂടുതൽ കൊടുക്കുന്നത് ഫെഡറൽ താല്പര്യങ്ങൾ, നമ്മുടെ ഫെഡറൽ സംവിധാനത്തിനെ ദുർബലപ്പെടുത്താനേ സഹായിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. സർ, ഈ പരിവർത്തനത്തിൻ്റെ കാലത്തിൽ എനിക്ക് അങ്ങയോട് ഒരു സംശയമുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ജനാധിപത്യത്തിൽ കേവല ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ. നമ്മുടെ രാജ്യത്ത് അതാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സമ്പൂർണ്ണമായി എല്ലാ വിഭാഗക്കാരെയും കൂടെ ഉൾക്കൊള്ളുന്നതിന് ആനുപാതിക പ്രാതിനിധ്യ നിയമം അനുസരിച്ചുള്ള ജനാധിപത്യ പ്രക്രിയ ആരംഭിക്കുന്നതിനോ അല്ലെങ്കിൽ അത് നടപ്പാക്കുന്നതിനോ ഉള്ള സാറിൻ്റെ അഭിപ്രായം? ഇപ്പോൾ നമ്മുടെ പാർലമെൻ്ററി ഡെമോക്രസി അനുസരിച്ച് ഭൂരിപക്ഷം കിട്ടുന്ന ആൾ ഭരിക്കുന്നു, മറ്റൊരു പ്രതിപക്ഷം ഇരിക്കുന്നു. അങ്ങയുടെ ഈ സജഷൻ നല്ലതാണ്. ഇത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലും വളരെയേറെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഈക്വൽ റെപ്രസെൻറ്റേഷൻ, നോട്ട് ഈക്വൽ ജനസംഖ്യാടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആളുകളുടെ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ചോ കൊടുക്കണമെന്നുള്ളത് ചർച്ചയിൽ വന്നൊരു കാര്യമാണ്. സെനറ്റ് തെരഞ്ഞെടുപ്പ് പോലെ. അതെ, അങ്ങനെ ഒരു ആശയം പണ്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. പക്ഷേ ഇന്ത്യ പോലൊരു രാജ്യത്ത് അത് അപ്രായോഗികമാണെന്ന് കണ്ടാണ് അന്ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഈ നിലയിലുള്ള ഒരു ഭരണക്രമത്തെപ്പറ്റി ആലോചിച്ചത്. ഇത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് അങ്ങിവിടെ സൂചിപ്പിച്ചത്. ഒരു സമയത്ത് ജാതി സംഘടനകൾ വളരെ ശക്തമായിട്ട് കേരളത്തിൽ നിലനിന്നതുണ്ടല്ലോ. ഇന്ന് ഇപ്പം NSS പോലത്തെ സംഘടനകൾ റിസർവേഷനെതിരായിട്ടും അല്ലെങ്കിൽ പല പിന്തിരിപ്പൻ നിലപാടുകൾ എടുക്കുമ്പോൾ അത് ഒരു പ്രതിപക്ഷത്തിലിരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ, കോൺഗ്രസിൻ്റെ നിലപാട് എനിക്കറിയാം, എന്നാലും പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അല്ല, ഓരോ ജാതി സംഘടനകൾക്കും അവരവരുടേതായ നിലപാടുകളുണ്ടാവും. അതാണ് ശ്രീ രാഹുൽ ഗാന്ധി പ്രത്യേകമായ ഒരു കാര്യം പറഞ്ഞത്. കാസ്റ്റ് സെൻസസ് അദ്ദേഹത്തിൻ്റെ ഒരു ആശയമായിട്ട് അദ്ദേഹം കൊണ്ടുവന്നതാണ്. 50% റിസർവേഷൻ എന്നുള്ളത് അത് മാറ്റണം.
അപ്പം ജാതി ജനഗണന, ഹിന്ദി പറഞ്ഞ ജാതി ജനഗണന, അത് കാസ്റ്റ് സെൻസസ് നടത്തിയാൽ അതിനനുസരിച്ച് പോപ്പുലേഷൻ അനുസരിച്ച് ഈക്വൽ കൺസിഡറേഷൻ അല്ലെങ്കിൽ റിസർവേഷൻ കൊടുക്കണമെന്നുള്ളതാണ് കോൺഗ്രസ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന റെസൊല്യൂഷൻ. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗീകരിച്ചിരിക്കുന്ന റെസൊല്യൂഷൻ അതാണ്. നമ്മുടെ രാജ്യത്ത് ഓരോ ജാതി സംഘടന ഉണ്ടാവും, അവർ സ്വാഭാവികമായിട്ട് അവരുടെ അഭിപ്രായം പറയും. രാഷ്ട്രീയ പാർട്ടികൾക്ക് ആദ്യം 10 വർഷത്തേക്കായിരുന്നു റിസർവേഷൻ, പിന്നെ നമ്മൾ നീട്ടിപ്പോൾ 70 വർഷമായി. 70 വർഷമായിട്ടും ഇപ്പോഴും പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും പിന്നോക്കക്കാരുമായ ആളുകൾ ഒരു നാഷണൽ അല്ലെങ്കിൽ ഒരു വലിയ തോതിലുള്ള വളർച്ച കൈവരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് റിസർവേഷൻ നമ്മൾ നീട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ ഇതിനൊരു മാർഗമായി കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചത് കാസ്റ്റ് സെൻസസ് എന്നുള്ള വസ്തുതയാണ്. ഈ പരിവർത്തനത്തിൻ്റെ കാലത്ത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ഒരു നയവുമായി ഇവിടെ അധികാരത്തിൽ വന്ന, ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന വലതുപക്ഷ പാർട്ടികൾ ശ്രമിക്കുകയാണ്. അതിനോട് താങ്കളുടെ അഭിപ്രായം, പാർട്ടിയുടെ മാത്രമല്ല താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ അതുമായി യോജിപ്പുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട്. എനിക്ക് അതിനോട് യാതൊരു യോജിപ്പുമില്ല. ബിക്കോസ് ഇന്ത്യ ഈസ് എ ഡൈവേഴ്സ് കൺട്രി. നമ്മളെ വ്യത്യസ്തമായ സംസ്കാരങ്ങൾ, ആചാരങ്ങൾ, മര്യാദകൾ, കാലാവസ്ഥ ഇതെല്ലാം ഉള്ള രാജ്യമാണ്. അവിടെ ഇന്ത്യ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. ഒന്ന്, അപ്രായോഗികമായ കാര്യമാണ്. 2, അത് ഫെഡറൽ സ്ട്രക്ചറിനെ തന്നെ ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരേ സമയം ഒരു ഇലക്ഷൻ, ഒരുമിച്ച് ഇലക്ഷൻ, പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെ ഒരേ രീതിയിൽ ഇലക്ഷൻ നടത്താൻ ഇന്ത്യയെപ്പോലുള്ള രാജ്യത്ത്, ഇത്രയും ജനസംഖ്യയുള്ള രാജ്യത്ത് അപ്രായോഗികമാണ്. ഫെഡറൽ സ്ട്രക്ചറെ തകർക്കുന്നതാണ്. മാത്രവുമല്ല, അത് ഗുണപരമായ ഒരു മാറ്റവും ഉണ്ടാക്കും എന്നുള്ള വിശ്വാസം എനിക്കില്ല. അത് ഒരു അജണ്ട മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ഭാഗമായിട്ടാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് അപകടകരമാണ്, രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിന് ഗുണകരമല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. Okay. Well, first of all, let me just thank you for an in-depth discussion, and also the talk which you gave, I believe, has covered a lot of wide areas, and especially well beyond also what's happening in India. Now, coming back to a very specific question I want to raise is, what's your opinion about a possible proportionate election in India? Will that help avoid a situation of 30% of vote is sufficient to have a majority winner, and therefore they take into account, or at least they are in the power, rather than being representative of the people? Thank you. I mentioned about that. It has been widely discussed in the Constituent Assembly, because India is a big country. That kind of a democratic practice cannot be good for the nation. That is why the founding fathers of the Constitution has adopted this method. But this is a valid point. I think that the country has to discuss on this issue. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കെ സമയപരിമിതി മൂലം നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. സാറിൻ്റെ ആശയങ്ങൾ കേൾക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് മാതൃഭൂമിയുടെ സ്നേഹോപഹാരം നൽകാൻ ശ്രീ രാജീവ് ദേവരാജ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, മാതൃഭൂമി ടെലിവിഷനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഞാൻ ചില ആശങ്കകൾ പങ്കുവച്ചതാണ്. ഇന്ന് ലോകത്തും ഇന്ത്യയിലും നടക്കുന്ന ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നെ ഡിഫർ ചെയ്യുന്നവരുണ്ടാകും, എൻ്റെ അഭിപ്രായങ്ങളോട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ ഇന്ത്യയിൽ ജനാധിപത്യവും ജനാധിപത്യ പ്രക്രിയയും ലിബറൽ ഡെമോക്രാറ്റിക് പ്രാക്ടീസും തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ലോകത്ത് നടക്കുന്ന സംഭവങ്ങളുമായി ഇന്ത്യയെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. മാറുന്ന ലോകത്ത് ഒരു മാറുന്ന രാഷ്ട്രീയം നിലവിലുണ്ട്. എന്ത് പറഞ്ഞാലും രാഷ്ട്രീയം ആർക്ക് വേണ്ടി? ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അൾട്ടിമേറ്റായിട്ട് രാഷ്ട്രീയം അല്ലെങ്കിൽ ഭരണം എന്ന് പറയുന്നതൊക്കെ ജനങ്ങൾക്കാണ്. ദ വെൽ ബീയിങ് ഓഫ് ദ പീപ്പിൾ ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ദ വോയിസ് ഓഫ് ദ പീപ്പിൾ ആർ മോർ ഇമ്പോർട്ടൻറ്റ്.
അതുകൊണ്ട് ആ ശബ്ദത്തിനാണ് പ്രാധാന്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതനുസരിച്ച് വളർന്നു വരുന്ന പുതിയ തലമുറ ആ നിലയിൽ ചിന്തിക്കാനും രാജ്യത്തെ പുതിയ അർത്ഥതലങ്ങളിലേക്കും ഉയർച്ചയുടെ പടവുകളിലേക്കും എത്തിക്കാൻ ശ്രമിക്കണം എന്നുകൂടി മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ഇതിന് ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്.